ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വിൽക്കുന്ന ഹിലാസ് പിക്കിൾസിൻ്റെ റെസിപ്പിയാണ് പറയുന്നത്. ഇന്ന് പറയുന്നത് വെളുത്തുള്ളി അച്ചാറാണ്. കുറച്ച് മാസങ്ങളായിട്ട് ഇപ്പോൾ പിക്കിൾസിൻ്റെ ബിസിനസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെളുത്തുള്ളി, ബീഫ്, ചെമ്മീൻ ചമ്മന്തിപ്പൊടി, അതുപോലെ തന്നെ നാരങ്ങ, മാംഗോ ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. സിമ്പിളായിട്ട് വെളുത്തുള്ളി അച്ചാർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നിങ്ങൾക്ക് ഏത് തുടക്കക്കാർക്കാണെങ്കിലും ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. സ്വന്തമായി വരുമാനം വേണം എന്നുള്ള എൻ്റെ ചിന്തയിൽ നിന്നാണ് എൻ്റെ പിക്കിൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് മറ്റ് പല കാര്യങ്ങളോടായിരുന്നു താല്പര്യമെങ്കിലും എൻ്റെ സിസ്റ്റേഴ്സും ഉമ്മയും ഒക്കെ പറയും നീ ഉണ്ടാക്കുന്ന പിക്കിൾസൊക്കെ നല്ല ടേസ്റ്റാണ്, ഫുഡൊക്കെ നല്ല ടേസ്റ്റാണ്, സോ ഇത് നിനക്ക് നല്ല ഒരു അവസരമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അവരുടെ ഒരു ധൈര്യത്തിലാണ് ഞാൻ ആദ്യമായിട്ട് പിക്കിൾസിൻ്റെ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ ആദ്യം എത്ര വെളുത്തുള്ളിയാണോ വേണ്ടത് അതെടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കുക. നമ്മളെപ്പോഴും കൊടുക്കുന്നത് സ്നേഹത്തോടു കൂടിയും, ഈ ഫുഡ് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് സ്നേഹത്തോടു കൂടെ ആത്മാർത്ഥമായിട്ട് ഫുഡ് കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഫുഡിന് ഒരു നോർമൽ ടേസ്റ്റ് ഉണ്ടാവും. ഈ കൈപ്പുണ്യം എന്നൊക്കെ പറയുന്നത് നമ്മൾ സ്നേഹത്തോടെ ഉണ്ടാക്കുമ്പോൾ തന്നെ എത്ര അറിയാത്തവർക്കാണെങ്കിലും അത് ആത്മാർത്ഥമായിട്ടും അതുപോലെ തന്നെ എന്താണെങ്കിലും വൃത്തിയിൽ നല്ല നമുക്ക് കഴിക്കാൻ നമ്മൾ എത്ര ക്വാളിറ്റിയിലാണോ കൊടുക്കുക അതുപോലെ തന്നെ മറ്റുള്ളവർക്കും കൊടുക്കുക. അപ്പോൾ അതിന് നോർമലായിട്ട് ഓട്ടോമാറ്റിക് ടേസ്റ്റ് വരും. അപ്പോൾ വെളുത്തുള്ളി കഴുകി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇഞ്ചി എടുത്ത് നമ്മളത് അരച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ അച്ചാറിൽ എക്സ്ട്രാ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. നോർമലായിട്ട് നമ്മളെ വീട്ടിൽ എങ്ങനെയാണോ അച്ചാറൊക്കെ കഴിക്കാൻ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ അതിലേക്കൊരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ടോ, അതല്ലെങ്കിൽ കുറേ പേര് ചോദിക്കാറുണ്ട് കേട് വരാതിരിക്കാൻ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്ന്. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഇതൊക്കെ അറിയാവുന്നവർക്കും അതല്ലെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്കൊക്കെ സിമ്പിളാണ്. എന്നെപ്പോലെ മക്കളുള്ളവർക്കാണെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുന്നവർക്ക്, എനിക്ക് ചെറിയൊരു മോളുണ്ട്, നല്ല ബുദ്ധിമുട്ടാണ്. ആൾ രാവിലെയും ഉറങ്ങൂല, രാത്രിയും ഉറക്കം കുറവാണ്. എന്നിട്ട് പോലും ഞാൻ ചെയ്യുന്നത് എൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്താണ്. ഹസ്ബൻഡും ഫാമിലിയും ഒക്കെ സപ്പോർട്ടാണ്. അതും വലിയ ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കാണുന്നു. ഇനി അടുത്തത് മുളക് ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് അരച്ച് എടുക്കുക. ഇനി നിങ്ങൾ വീട്ടിലെ ആവശ്യത്തിനാണ് അച്ചാർ ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചെറിയ പാത്രം ഉപയോഗിക്കാം. ഞാനിവിടെ ഒരുപാട് എനിക്ക് വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് വലിയൊരു ചെമ്പാണ് ഉപയോഗിക്കുന്നത്. ഇനി ചൂടായ ശേഷം ഇതിലേക്ക് നമ്മൾ നല്ലെണ്ണ ഉപയോഗിക്കുന്നു. നല്ലെണ്ണയാണ് ഞാൻ അച്ചാറിന് ഉപയോഗിക്കാറുള്ളത്. മറ്റേതെങ്കിലും ഓയിലോ എണ്ണയൊക്കെ എടുത്താൽ അത് പെട്ടെന്ന് ചീത്തയായി പോകും. ഇനി എണ്ണ ചൂടായിട്ട് നമ്മൾ കടുകിടുന്നു, അതുപോലെ തന്നെ ഉലുവയും ഇടുന്നു. കടുകും ഉലുവയും ഒക്കെ പൊട്ടി എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം കറിവേപ്പില യൂസ് ചെയ്യും. കറിവേപ്പില മൂത്തു എന്ന് ഉറപ്പായതിന് ശേഷമാണ് നമ്മൾ അടുത്തത് ഇഞ്ചി ഇടുന്നതും അതുപോലെ തന്നെ പച്ചമുളക് ഇട്ട് വഴറ്റുന്നതും. ഇനി ഇതൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കണം. അത് കുറച്ച് റിസ്ക് പിടിച്ച പരിപാടിയാണ്. ഇഞ്ചി നന്നായിട്ട് വഴറ്റി എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ പച്ചമുളക് യൂസ് ചെയ്യുന്നത്. ഇനി നന്നായിട്ട് ഇളക്കണം. ഇത് വളരെ ആഴത്തിൽ ഞാൻ പറയാൻ കാരണം തുടക്കക്കാർക്കും അതുപോലെ തന്നെ കുക്കിങ്ങിനെ കുറിച്ച് ബേസിക് നോളജ് ഇല്ലാത്തവർക്കൊക്കെ കുക്കിംഗ് എന്ന് പറയുന്നത് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. എൻ്റെ ഒരു സിസ്റ്റർ അതിൽപ്പെട്ട ഒരാളാണ്. ആൾക്ക് എത്ര പറഞ്ഞു കൊടുത്താലും ഇത് മനസ്സിലാവില്ല. ആൾക്കിങ്ങനെ നമ്മൾ ചെറിയ കുട്ടികളെ ABCD പഠിപ്പിക്കുന്നത് പോലെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വളരെ ഡീപ്പായിട്ട് പറയുന്നത്. ഇനി നമ്മൾ പച്ചമുളക് ഇടാണ്. പച്ചമുളക് ഇട്ടിട്ടും നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കാൻ നമുക്ക് ഹെൽപ്പിന് ആളെ വിളിക്കാം. പിന്നെ എൻ്റെ മോളുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറിയ മോള് 2 വയസ്സാണ്. അപ്പോൾ ആളെയും കൊണ്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ട് തന്നെയാണ്. ചില ആളുകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഒക്കെ ഫ്രീ ആയിട്ട് ഒക്കെ ഓക്കെ ആണെങ്കിൽ കാര്യങ്ങൾ തുടങ്ങാം, ഓരോ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കാം, ഇങ്ങനെയൊക്കെ. ശരിക്കും അങ്ങനെയല്ല. നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു സമയം വരാൻ പോകുന്നില്ല. നമ്മൾ എപ്പോഴാണോ തുടങ്ങുന്നത്, എപ്പോഴാണോ നമ്മുടെ ആഗ്രഹത്തിലേക്ക് നമ്മൾ ചുവട് വെക്കുന്നത്, അതാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്. ഇനി നമ്മൾ കേക്ക് വെച്ച നമ്മുടെ വെളുത്തുള്ളി യൂസ് ചെയ്യാണ്. എൻ്റെ ചാനലിൽ ഇത് ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. എനിക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ പറയണം എന്നുള്ള ഐഡിയ ഒന്നുമില്ല. അപ്പോൾ വെളുത്തുള്ളി നമ്മളതിലേക്കിട്ട് ഇനി അതും നന്നായിട്ട് ഇളക്കണം. അടിഭാഗത്തു നിന്നെല്ലാം നമ്മൾ കറിവേപ്പിലയും കടുകും ഒക്കെ നന്നായിട്ട് ഇളക്കി
അത് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഇടുന്ന പൊടികളാണ് ഉപ്പ്, കാശ്മീരി, അതുപോലെ തന്നെ മഞ്ഞൾ, ഇനി എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി. കാശ്മീരി പൊടി ഒരു നിറം മാത്രമേ കിട്ടൂ. നമുക്ക് എരിവ് വേണമെങ്കിൽ നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന മുളക് പൊടി തന്നെ യൂസ് ചെയ്യണം. ഇതെല്ലാവർക്കും അറിയാതിരിക്കാം, എങ്കിലും പറയാം. അപ്പോൾ അത് നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ച് ഉപയോഗിക്കാം. ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കഴിഞ്ഞു. ഇതാ നമ്മുടെ അച്ചാർ. എൻ്റെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പിക്കിൾസ് ഞാൻ അതിൻ്റെ ചൂട് പോയതിന് ശേഷം ഓരോ ബോട്ടിൽസിലാക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഓരോ ബോട്ടിൽസിലും കൃത്യമായ അളവോട് കൂടി ഞാൻ ഈ പിക്കിൾസ് എല്ലാം ബോട്ടിൽസിലാക്കും. ഇനി അതിനെന്നെ ഹെൽപ്പ് ചെയ്യാൻ തീർച്ചയായിട്ടും ഹസ്ബൻഡ് ഉണ്ടാവും. ആളാണ് ബോട്ടിൽസിലാക്കുക, അതുപോലെ സ്റ്റിക്കർ ഒട്ടിക്കുക, ഇതൊക്കെ ആളാണ് ചെയ്യാറുള്ളത്. നിങ്ങൾക്കിതിപ്പോൾ എടുത്ത് കഴിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ കുറച്ച് എടുത്ത് വെക്കുമ്പോൾ ഒരു 2-3 ദിവസം കഴിഞ്ഞെടുക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീല് കിട്ടും. നമ്മുടെ അച്ചാറൊക്കെ റെഡിയായി. ഇനി ഇത് നമ്മൾ പാക്ക് ചെയ്യുക ചെയ്യുന്നത്. ഇതിനെങ്ങനെയാണ് എനിക്കിനി ഓർഡർ കിട്ടുന്നത്, എങ്ങനെയാണ് ഞാൻ കടകളിൽ കൊണ്ടു കൊടുക്കുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ ലോങ് വീഡിയോ അതല്ലെങ്കിൽ അതൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ഞാൻ റിപ്ലൈ തരാം. നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഇൻഷാ അല്ലാഹ്.